എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വിവിധമായ പരീക്ഷകളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ധൈര്യം തരുന്ന ഒരു മനോഹരമായ ഗീതമാണത്. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ദൈവമല്ല നിങ്ങളെ പരീക്ഷിക്കുന്നത്. നിങ്ങളെ പരീക്ഷിച്ചിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? ദൈവം അനുവദിക്കുന്നതാണ്. ആരാണ് പരീക്ഷിക്കുന്നത്? നമുക്കറിയാം, യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നത് സാത്താനാണ്. സാത്താൻ യേശുവിനെ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചു. അവനോട് പറഞ്ഞു, നീ ആ ഉയരമുള്ള ഗോപുരത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. യേശുവിനുണ്ടായി പരീക്ഷ. അവനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ മുഴുവൻ പ്രപഞ്ചത്തിന്മേൽ ഞാൻ നിനക്ക് അധികാരം തരാം. അവനോട് പറഞ്ഞു, നീ കല്ല് അപ്പമാക്കിയാൽ നീ ദൈവപുത്രനാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അവൻ ആരാണ് എന്നതിനെയാണ് സാത്താൻ ചോദ്യം ചെയ്യുന്നത്. അവൻ സാത്താനെ നമസ്കരിക്കാൻ ഒരുങ്ങിയ ആ ആദ്യത്തെ മനുഷ്യനെ പോലെയുള്ള വ്യക്തിയാണോ? അവൻ വാസ്തവത്തിൽ മോശയെപ്പോലുള്ള പ്രവാചകനും കല്ലിനെ അപ്പമാക്കാൻ കഴിയുന്ന, മരുഭൂമിയിൽ മന്ന ഒരുക്കാൻ കഴിയുന്ന ദൈവപുത്രനാണോ? അവൻ വാസ്തവത്തിൽ ദൈവവചനത്തെ വിശ്വസിക്കുന്നുണ്ടോ? ദൂതന്മാരവനെ കാക്കും, അവൻ ചാടിയാലും. അവന് ഈ പരീക്ഷകൾ നേരിട്ടപ്പോൾ യേശു ദൈവവചനത്തിലാണ് ആശ്രയിച്ചത്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അവനാരാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവുമോ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ ഘടന ഉപയോഗിച്ചുകൊണ്ട് യോഹന്നാൻ പറയാണ്, ആദിയിൽ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ഇവിടെ അതിനു മുമ്പത്തെ കാര്യം പറയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയിരുന്നു, വചനം സമം ദൈവം. ആ വചനം എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത് തോറായാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, സങ്കീർത്തനം 119 പോലെയുള്ള മറ്റ് സങ്കീർത്തനങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. യഹൂദന്മാർക്ക് അവരുടെ തോറ എന്ന് പറയുന്ന പുസ്തകങ്ങൾ, ആ പുസ്തക കെട്ടാണ്, ആ പുസ്തക സംഗ്രഹമാണ് വചനം. അപ്പോൾ അവർ വചനം എന്ന് പറയുമ്പോൾ അവർ ഋഗ്വേദയല്ല ഉദ്ദേശിക്കുന്നത്, ഖുറാനല്ല ഉദ്ദേശിക്കുന്നത്. വചനം എന്നവർ പറയുമ്പോൾ ഏതോ ഒരു വാക്ക്, ഓം എന്ന് പറഞ്ഞ വാക്കോ അല്ലെങ്കിൽ അഹം എന്ന് പറഞ്ഞ വാക്കോ ഒന്നുമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ വചനം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടായി അവർക്ക് ലഭിച്ച തോറ. ആ തോറ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ പുസ്തകമാണ്, ഉടമ്പടിയുടെ ഗ്രന്ഥമാണ് വാസ്തവത്തിൽ. അതിനകത്ത് കഥകളുണ്ട്, അതിനകത്ത് കവിതകളുണ്ട്, ദൈവവുമായുള്ള മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും അനുഭവങ്ങളുണ്ട്, അതിനകത്ത് ദൈവം തന്ന ന്യായപ്രമാണമുണ്ട്. എന്നാൽ അതിനെ മൊത്തത്തിൽ ന്യായപ്രമാണം എന്നാണ് പലപ്പോഴും വിളിക്കാറ്. കാരണം അതനുസരിച്ചാണ് യഹൂദന്മാരുടെ നീതിന്യായ കോടതികൾ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതിൽ കേവലം ന്യായപ്രമാണം മാത്രമല്ല ഉള്ളത്,
ന്യായപ്രമാണം ചെറിയൊരു സെക്ഷനാണ്. ഡ്യൂട്രോണമിയിലെ ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇനി അത് എക്സോഡസിലുമുണ്ട്. ആ ചെറിയ സെക്ഷൻസിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ സമൂഹത്തിനകത്ത് നിങ്ങൾ ഏതൊക്കെ കൽപ്പനകൾ പ്രമാണിച്ചാണ് ജീവിക്കേണ്ടത്. ആരെങ്കിലും ഈ കൽപ്പനകൾ തെറ്റിച്ചാൽ, ഈ ലോ തെറ്റിച്ചാൽ അവർക്ക് എന്ത് ശിക്ഷ ലഭിക്കണം, ആ ശിക്ഷയ്ക്ക് പരിഹാരം എന്തുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവർ ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേലുള്ളപ്പോൾ, അവർ ദൈവമായി നല്ല ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ മേൽ ബാധകമായിട്ടുള്ള ഒരു നിയമാവലിയാണ്. എന്നാൽ ഈ തൗറ എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണ്. തോറയ്ക്കകത്താണ് ന്യായപ്രമാണം. തോറ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതുപോലെ ആദമിൻ്റെ മേലുണ്ടായിരുന്ന ആദം നിമിത്തം മാനവരാശിയുടെ മേലുണ്ടായിരുന്ന ശാപം, ആ ശാപം മൂലം വന്ന മരണം, ദ്രവത്വം, അതിനെയൊക്കെ നീക്കുന്ന ഒരു അനുഗ്രഹം, ദൈവ സാന്നിധ്യമാകുന്ന അനുഗ്രഹം. കാരണം ആ ദൈവ സാന്നിധ്യമാണല്ലോ മനുഷ്യന് ഏദൻ തോട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ദൈവ സാന്നിധ്യമാകുന്ന അനുഗ്രഹം ഇവരുടെ ഇടയിലേക്ക് പകർന്നു തരുമെന്നും ഇവർ അനുഗ്രഹിക്കപ്പെടുമെന്നും ഇവർ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമെന്നും അബ്രഹാമിൻ്റെ സന്തതി ആകുന്ന യേശു ക്രിസ്തു അവസാനം അവൻ മുഖാന്തരം ഭൂമിയിലെ സകല മനുഷ്യരും ഈ അനുഗ്രഹത്തിൽ പങ്കാളികളാകുമെന്നും ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സ്പഷ്ടമായിട്ട് അവൻ്റെ പേരും പറഞ്ഞിട്ടില്ലെങ്കിലും അവനെക്കുറിച്ചുള്ള ഹിൻസ് അതിനകത്തുണ്ട്. അബ്രഹാമിൻ്റെ സന്തതി, മോശയെ പോലുള്ള പ്രവാചകൻ, സ്ത്രീയുടെ സന്തതി, സാത്താൻ്റെ തലയെ അവൻ തകർക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. അതെല്ലാം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം, ഇതൊക്കെ മെഷിയായെക്കുറിച്ച്, ഇവരുടെ യഥാർത്ഥ രാജാവിനെക്കുറിച്ച്. ഇസ്രായേലിൻ്റെ രാജാവ് വാസ്തവത്തിൽ ആരാ? ദൈവമാണ് രാജാവ്, ഇവർ പ്രജയാണ്. ഇവർ ദൈവാലയത്തിലെ പുരോഹിതന്മാരാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഇവർ ദൈവത്തിൻ്റെ കുടുംബക്കാരാണ്, ഭവനക്കാരാണ്. ദൈവമാണ് ഇവരുടെ പിതാവ്. ഇവർ ദൈവത്തിൻ്റെ ശരീരം പോലെയാണ്. ദൈവം തലയാണ്, ഇവർ ദൈവത്തിൻ്റെ ശരീരം പോലെയാണ്. അങ്ങനെയുള്ള ഒരു ജാതി, ഇവരെ ദൈവം വിളിക്കുന്നത് രാജകീയ പുരോഹിത വർഗം എന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾ രാജാക്കന്മാരുമാണ്, പുരോഹിതന്മാരാണ്, നിങ്ങൾ അഭിഷക്തന്മാരാണ്. ദൈവത്തിൻ്റെ അഭിഷേക തൈലം ദൈവം പുരട്ടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ മേലെ മാത്രമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. ആ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ നിന്നും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ മേലെ ദൈവം അവൻ്റെ അഭിഷേക തൈലം പുരട്ടിയിരിക്കുകയാണ്. നിങ്ങളെ മൊത്തത്തിൽ ദൈവം അവൻ്റെ പ്രജ ആയിട്ട് കാണുന്നു. എന്നാൽ വാസ്തവത്തിൽ ആദ്യമേ വിളിച്ചപ്പോൾ ദൈവം അവരെ കാണാനായിട്ട് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും, ദൈവത്തിൻ്റെ അവകാശികൾ, ദൈവത്തിൻ്റെ പുരോഹിതന്മാർ, ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കേണ്ടവർ. അതാണ് ഈ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ആദാമിന് കൊടുത്ത അതേ വാഗ്ദത്തം തന്നെയാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത കൽപ്പന എന്ന് പറഞ്ഞാൽ ആദാമിന് കൊടുത്ത അതേ കൽപ്പന തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദാമിന് അത് നഷ്ടപ്പെട്ടു പോയി. അബ്രഹാമിന് ദൈവം ഇത് കൊടുത്തപ്പോൾ ദൈവം അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിക്കകത്ത് ദൈവം പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ മൊത്തത്തിൽ അനുഗ്രഹം ഉണ്ടാകും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ജീവൻ? ആരോഗ്യം, നല്ല ആരോഗ്യം, നമുക്ക് നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ടാകുക, നമ്മുടെ മക്കൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക, നമ്മുടെ നാട്ടിൽ നല്ല സമൃദ്ധി ഉണ്ടാകുക. ഇതൊക്കെയാണ് ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? രോഗം, ദാരിദ്ര്യം, ശാരീരികമായ വ്യഥകൾ, വേദനകൾ, മക്കൾക്ക് വ്യാധികൾ, ആദികൾ, ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശാപമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ലിസ്റ്റ് അവർക്ക് കൊടുത്തു. നിങ്ങൾ എന്നോടുള്ള നല്ല ബന്ധത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചിട്ട്, ആ ബന്ധം നിഷേധിച്ചിട്ട് പോവുകയാണെങ്കിൽ
നിങ്ങളുടെ മേലെ ആദമിന് മേലുണ്ടായിരുന്ന പോലെ ശാപം ഉണ്ടാവും. ആ ശാപത്തിൻ്റെ അന്തിമമായ ഫലം എന്ന് പറയുന്നത് നിങ്ങളെ അന്യജാതിക്കാർ കീഴടക്കും, നിങ്ങൾ അവരുടെ അടിമകളായിത്തീരും, നിങ്ങൾ അവരുടെ ഇടയിൽ ചിതറിപ്പോകും. ഇതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇത് ഇസ്രായേലിൻ്റെ മുഴുവൻ ചരിത്രവും ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ തന്നെ ഉണ്ട്. അതിൽ അവസാന ഭാഗങ്ങളിലുള്ളത് പ്രവചനമാണെന്നേ ഉള്ളൂ. ഭാവിയിൽ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നു. അവർ വിഗ്രഹങ്ങളെ സേവിക്കും, അവർ അവരുടെ ഇടയിൽ അനീതി പ്രവർത്തിക്കും. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ദൈവം അവരെ അന്യജാതികളുടെ നടുവിലേക്ക് ചിതറിച്ച് കളയും. അങ്ങനെ ചിതറിച്ച് കളയുമ്പോൾ അവർ കാത്തിരിക്കേണ്ട ഒന്നുണ്ട്. മോശയെപ്പോലുള്ളൊരു പ്രവാചകൻ അവരെ ദൈവസാന്നിധ്യത്തിലേക്ക് വീണ്ടും നയിക്കാൻ വേണ്ടി. മോശെ അവരെ ദൈവത്തിലേക്ക് നയിക്കാനാണല്ലോ വന്നത്. മിസ്രൈമിയെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് അവരെ സീനായി പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന, ദൈവ സാന്നിധ്യത്തോട് അടുപ്പിച്ച ആ മോശയെ പോലെ ഒരു പ്രവാചകൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ, എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെ, വേറെ ഏതെങ്കിലും കുടുംബത്തിലല്ല ജനിക്കുക, ഇസ്രായേലിൽ തന്നെയാണ് ജനിക്കുക, യഹൂദനായിട്ട് ജനിക്കുക. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ആ പ്രവാചകൻ പറയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ആ പ്രവാചകൻ ആരാണ്? അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുക്രിസ്തു മരിച്ചു ഉയർത്തു സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയച്ച ശേഷം അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറയാണ്, യേശുക്രിസ്തു പരിശുദ്ധനാണ്, അവൻ്റെ പരിശുദ്ധൻ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലയോ? അതേപോലെ ദൈവം പരിശുദ്ധനായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ യേശുവിന് മൂലം ദൈവം എല്ലാവരുടെയും പാപം ഇട്ടു. പാപമല്ല ഇട്ടത്, പാപം മൂലമുള്ള ദൈവക്രോധം, അതിൻ്റെ ആ ദണ്ഡനം, അതാണ് യേശു അനുഭവിച്ചത്. യേശു പാപിയായിട്ടില്ല, യേശുവിന് മേലെ പാപം ഇട്ടിട്ടില്ല, യേശു ഏറ്റവും മഹാപാപിയായ പോലെ നിന്നില്ല. യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ മേലെ ദൈവത്തിൻ്റെ ക്രോധം വന്നു. വാസ്തവത്തിൽ ആ ദൈവത്തിൻ്റെ ക്രോധം വന്നത് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ, യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച യഹൂദന്മാരും അന്യജാതിക്കാരും ആയ റോമക്കാരും അടങ്ങുന്ന ആ കൂട്ടത്തിന്മേലാണ്. ദൈവം കോപിച്ചു. ദൈവം കോപിച്ചിട്ട് ഭൂമി കുലുങ്ങി. ഇതൊക്കെ ദൈവക്രോധത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം കോപിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ദൈവം പണ്ട് മോശയ്ക്കെതിരെ കോരവും അവൻ്റെ പുത്രന്മാരല്ല, കോരവും അവൻ്റെ കൂട്ടുകാരും അഭിരാം പോലുള്ള ആളുകളൊക്കെ മോശയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ ദൈവം ഒരു ഭൂകമ്പം ഉണ്ടാക്കി. ഭൂകമ്പം, ദൈവത്തിൻ്റെ ക്രോധം ദൈവം കാണിക്കുന്ന അങ്ങനെയാണ്. ആ ഭൂകമ്പത്തിനകത്ത് കോരവും അഭിരാമും അവരുടെ കുടുംബങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഭൂമി പിളർന്ന് ഭൂമിക്കകത്തോട്ട് പോയി, നശിച്ചുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തെയാണ് വാസ്തവത്തിൽ എന്ത് കാണിക്കുന്നത്? ഈ ഭൂകമ്പം കാണിക്കുന്നത്. ഭൂകമ്പം ഉണ്ടായി. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് സൂര്യൻ അവൻ്റെ പ്രകാശം തരാത്ത രീതിയിൽ ഇരുട്ടുണ്ടായി. ഭയങ്കര എന്താ പറയുക, ഒരു ഭയാനകമായ അന്തരീക്ഷം ആ സമയത്തുണ്ടായി. അപ്പോൾ ഈ സൂര്യൻ അവൻ്റെ പ്രകാശം തരികയില്ല എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ദൈവക്രോധത്തെയാണ്. നിങ്ങൾ ദൈവക്രോധത്തിൻ്റെ ഏത് പാസേജ് വേണമെങ്കിൽ എടുത്തോ, പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സൂര്യൻ അവൻ്റെ പ്രകാശം തരികയില്ല, അത് ദൈവക്രോധത്തെക്കുറിച്ചാണ് സംസാരിക്കും. ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യരുടെ മേലെ വരികയാണ്. എന്തുകൊണ്ട്? ഇവർ ദൈവം അയച്ച ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാകുന്ന യേശുവിനെ സ്വീകരിക്കാതിരുന്നതുകൊണ്ട്. യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, തിരസ്കരിച്ചു എന്ന് മാത്രമല്ല, അവനെ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് അവനെ ക്രൂശിൽ ഏറ്റവും ദയനീയമായ, ഏറ്റവും എന്താ പറയുക, നീചമായ ശിക്ഷ, ഏറ്റവും ഹീനമായ ശിക്ഷ കൊടുത്തുകൊണ്ട് അവനെ കൊല്ലുകയും ചെയ്തു. അവനെ ആ കൊല്ലുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. ഏത് സമയത്തും യേശുവിന് വേണമെങ്കിൽ, മനസ്സ് മാറിയാൽ യേശുവിന് വേണമെങ്കിൽ ഇതൊന്ന് പുറത്തേക്കും വരാം, യേശുവിന് വേണമെങ്കിൽ ഈ പറയുന്ന ദൂതന്മാരെ കൊണ്ട് ഇവരെ നശിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ അവിടെ യേശു പിടിച്ചു നിൽക്കുകയാണ് ഇവർക്ക് വേണ്ടി. മോശെ പോലുള്ള പ്രവാചകനാണ് യേശു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും യേശു അവിടെ നിന്നുകൊണ്ട് പിതാവിനോട് അപേക്ഷിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. മോശെ അപേക്ഷിച്ചില്ലേ? വിഗ്രഹങ്ങളെ തേടിപ്പോയ ഇസ്രായേൽ മക്കളുടെ മേലെ ദൈവത്തിൻ്റെ ക്രോധം വന്ന് ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവമേ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. അതേമാതിരി യേശു പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. അവരുടെ മുഴുവൻ വെറുപ്പും കയ്പും യേശു സഹിക്കുന്നു, ദൈവത്തിൻ്റെ ക്രോധവും സഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ ക്രോധം ആസ്വദിച്ച് അവരുടെ മേലെ വരേണ്ടത്, പക്ഷെ അത് മുഴുവൻ ദൈവം ഇവൻ്റെ മേലെ ഇറക്കുകയാണ്. യേശു ക്രിസ്തു ആ മരിക്കുന്ന സമയത്ത് പോലും യഹൂദനായ തൻ്റെ വലതുഭാഗത്തുള്ള കള്ളനും റോമക്കാരനായ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്ന ശതാധിപനും രക്ഷയുടെ പാത ഒരുക്കുകയാണ്. യഹൂദനുമുണ്ട് രക്ഷ, റോമക്കാരനുമുണ്ട് രക്ഷ, ഏത് ജാതിക്കാരനുമുണ്ട് രക്ഷ. യേശു ക്രിസ്തു മുഖാന്തരം യേശു അവരുടെ പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് യേശു അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു. മനുഷ്യരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, ഇസ്രായേലിൻ്റെയും എല്ലാ ജാതികളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട്
മാനവരാശിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ആ പാപത്തിൻ്റെ ശിക്ഷ യേശു സഹിച്ചു. അതുകൊണ്ട് പാപക്ഷമ ഉണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന റോമക്കാരനായാലും യഹൂദനായാലും അവന് പാപക്ഷമ ലഭിക്കും. അവൻ യേശു ക്രിസ്തു മുഖാന്തരം ദൈവവുമായിട്ടുള്ള ആ ബന്ധം, നഷ്ടപ്പെട്ടു പോയ ബന്ധം തിരിച്ച് സ്ഥാപിച്ചെടുക്കും. ആരൊക്കെയാണോ ആ ശാപത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചത്, ആരൊക്കെയാണോ മരണമാകുന്ന ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചത്, അവരെല്ലാവരും യഹൂദരാകട്ടെ അന്യജാതിക്കാരാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചു. യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരമായി തീർന്നു. പാപത്തെ ജയിച്ചു. പാപത്തെ ജയിച്ചത് മൂലം ശാപത്തെ ജയിച്ചു. പാപനിമിത്തമാണല്ലോ മാനവരാശിയുടെ മേലും ഇസ്രായേലിന് മേലും ശാപം വന്നത്. ശാപത്തെ ജയിച്ചു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ക്രോധത്തെ സഹിച്ചു. ദൈവക്രോധത്തെ ജയിച്ചു. ന്യായപ്രമാണത്തിന് തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ, ഏറ്റവും ഹീനമായ ശിക്ഷ അവൻ അനുഭവിച്ചുകൊണ്ട് ആ ശിക്ഷാവിധിയെ മാനവരാശിയിൽ നിന്ന് യേശു എടുത്തു മാറ്റി. ന്യായപ്രമാണത്തിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ, ഏത് പാപത്തിനും ഒറ്റ പ്രാവശ്യം അത് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അതെന്താണ്? മരണം. ആ ശിക്ഷ യേശു ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ ഇനി ന്യായപ്രമാണത്തിൻ്റെ വിധി പ്രകാരം ആരും ആ മരണം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യർക്ക് എതിരായി ഇരുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, കോണ്ടംനേഷൻ, ആ സാധനം യേശു കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. എങ്ങനെ? യേശു ക്രിസ്തു അതിൻ്റെ റിസൾട്ടായിരിക്കുന്ന മരണം തൻ്റെ മേൽ ഏറ്റെടുത്തു മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യേശു ക്രിസ്തുവിനെ നീതി അവരുടെ മേലെ വരികയല്ല ചെയ്യുന്നത്, മറിച്ച് ന്യായപ്രമാണപ്രകാരം ഒരാൾക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്താണ്? മരണമാണ്. ആ ശിക്ഷ യേശു എനിക്ക് വേണ്ടി ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ന്യായപ്രമാണം ലംഘിച്ചാലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ ന്യായപ്രമാണത്തിൻ്റെ ഇടർച്ച യേശു മുഖാന്തരം ദൈവം നീക്കിക്കളഞ്ഞു. യേശു ന്യായപ്രമാണം മൂലമുണ്ടാകുന്ന മനുഷ്യർക്കുണ്ടാകുന്ന ഇടർച്ചയെയും മാറ്റി. യേശു മനുഷ്യരുടെ വെറുപ്പ് മുഴുവനും അവൻ്റെ മേൽ സഹിച്ചു. ആ വെറുപ്പിനെ സ്നേഹത്താൽ യേശു ക്രൂശിൽ വെച്ച് തോൽപ്പിച്ചു. ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും റിസൾട്ടാണ് മരണം. നിങ്ങൾ കഴിക്കുന്ന നാഴികയിൽ നിങ്ങൾ മരിക്കും. ആ പാപം ചെയ്തപ്പോൾ മരണം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവം അവരെ ശപിച്ചു. മനുഷ്യ നീ പൊടിയാകും, പൊടിയിലേക്ക് തിരിച്ചു ചേരും. ആ ശാപത്തിൻ്റെ റിസൾട്ട് എന്താണ്? മരണം. കൈൻ ഹാബേലിനെ കൊന്നു. അങ്ങനെയാണ് മരണം ആരംഭിക്കുന്നത്. ആ മരണം എന്ന് പറയുന്ന കാര്യത്തെ മരണത്തിൽ കൂടെ യേശു തോൽപ്പിച്ചു. നമ്മളെല്ലാവരും ഉയർപ്പിക്കൂടെ തോൽപ്പിച്ച ആ ഒരു ജയത്തെയാണ് കീർത്തിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ആ മരണത്തെ അവൻ്റെ മരണത്തിൽ തന്നെ തോൽപ്പിച്ചു. കാരണം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ശിക്ഷയാകുന്ന ആ ദൈവക്രോധത്തിൻ്റെ ആ ദണ്ഡനം അവൻ്റെ മേൽ ഏറ്റെടുത്തു, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മുടെ മേൽ വരാനുള്ള ആ ശിക്ഷകളും ആ ദണ്ഡനങ്ങളും ആ മരണവും ആ മരണം നിമിത്തം വരുന്ന ദ്രവത്വവും യേശു മാറ്റിക്കളഞ്ഞു. മരണത്തെ മരണത്താൽ തോൽപ്പിച്ചു. ദ്രവത്വത്തെ ദ്രവിക്കാതെ തോൽപ്പിച്ചു. യേശു ക്രിസ്തുവിനെ അവർ കൊണ്ടുപോയി അടക്കി. യേശു ക്രിസ്തു മനുഷ്യരുടെ എല്ലാ ചോദ്യചിഹ്നങ്ങൾക്കും, എന്ന് വെച്ചാൽ ദൈവത്തോട് മനുഷ്യന് ഒരു പരാതിയുണ്ട്. എന്താണ്? ദൈവത്തിന് കണ്ണുണ്ടോ, ചെവിയുണ്ടോ, മൂക്കുണ്ടോ, ദൈവത്തിന് വേദനയുണ്ടോ? ഇതിനെല്ലാത്തിനും മറുപടിയായി അവിടെ നിൽക്കുകയാണ്. ദൈവത്തിന് ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. അതിലൂടെ യേശു എന്താ കാണിക്കുന്നത്? ഇതൊന്നും ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളല്ല. ആരെങ്കിലും എനിക്ക് ഒരുപാട് വേദനകൾ ദൈവം തന്നിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ വിട്ടുപോകുകയാണെന്ന് പറയുന്നെങ്കിൽ ആ വ്യക്തിയോട് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? യേശു ക്രിസ്തു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, മനുഷ്യരുടെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് യേശു ക്രിസ്തു അവിടെ നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവും ഇതേ രീതിയിലുള്ള വേദനകളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അവൻ അനുഭവിക്കുകയാണ്. ഇതൊന്നും യേശുവിന് ദൈവത്തെ തള്ളിപ്പറയാനുള്ള കാരണമായി തീർന്നില്ല. യേശുവിന് വേണമെങ്കിൽ അവിടെ വെച്ച് ദൈവത്തെ തള്ളിപ്പറയാമായിരുന്നു. യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു നീ ക്രൂരനായ ദൈവമാണ്. കാരണം അത്രയും ക്രൂരത വേറൊരു മനുഷ്യനോടും ഇതുവരെയും ഈ പ്രപഞ്ചത്തിൽ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ യേശുവിന് വേണമെങ്കിൽ ദൈവത്തോട് അങ്ങനെ പരാതി പറയാമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞത് എന്താണ്? ദൈവമേ, എൻ്റെ പിതാവേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്? ദൈവമേ, ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്? അത് മനുഷ്യൻ്റെ നിലവിളിയാണ്. അത് ഇസ്രായേലിൻ്റെ നിലവിളിയാണ്. എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്നുള്ളത് അറിയാം. എന്താണ്? പാപം മൂലമാണ് ഉപേക്ഷിച്ചത്.
പക്ഷേ യേശുവിന് പാപമുണ്ടോ? ഇല്ല. പാപമില്ലാത്ത യേശുവിനെ ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവം പറയാണ്, നിങ്ങൾ പാപം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചത്, ഇസ്രായേൽ മക്കളായാലും മനുഷ്യരായാലും. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് ഇനി പറയാനില്ല. ഒരു എക്സ്ക്യൂസും ഇനി ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞ് എന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ എൻ്റെ നീതിയെ ചോദ്യം ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ദൈവം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാപം ചെയ്തുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിച്ചത്. ഇവൻ പാപം ചെയ്യാതെ തന്നെ ഞാൻ ഇവരെ ഉപേക്ഷിച്ചു. നിങ്ങൾ പാപം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിച്ചത്, പക്ഷേ ഇവൻ പാപം ചെയ്യാതെ തന്നെ ഇവനെ ഞാൻ ഉപേക്ഷിച്ചു തൽക്കാലത്തേക്ക്. എന്നാലും ഇവൻ എന്നെ ഉപേക്ഷിച്ചില്ല. യേശുവിന് വേണമെങ്കിൽ ആ സമയത്ത് ദൈവത്തെ ഉപേക്ഷിക്കാമായിരുന്നു. നിങ്ങളും ഞാനും ഒക്കെ ഉപേക്ഷിക്കുന്നത് പോലെ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഞങ്ങളും ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവം ഞങ്ങളെ സഹായിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളും ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇനി മുന്നോട്ട് കൈ നീട്ടുന്നില്ല, ഞങ്ങളും ദൈവത്തിന് കൂടെ നിൽക്കുന്നില്ല. പക്ഷെ ആ കഷ്ടം, വേദന, പ്രയാസം ഇതെല്ലാം അതിന് മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അവൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു. ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് യേശു ആദ്യമേ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. പിതാവിനോട് ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചും കഴിഞ്ഞു. മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവം അവൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? യഹൂദനെയും അന്യജാതിക്കാരനെയും എല്ലാവരെയും ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആരൊക്കെ എന്നിൽ വിശ്വസിക്കുന്നു അവരൊക്കെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തു അവനെ തന്നെ ആ സമയത്തും, പിതാവേ നീ എന്നെ വിട്ടാലും ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് പറ്റിപ്പിടിച്ച് നിൽക്കുക. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും എന്നുള്ള വചനപ്രകാരം യേശു അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ ആത്മാവിനെ ദൈവത്തിന് ഭരമേൽപ്പിച്ചു. എന്ത് സംഭവിച്ചു? പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നാഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ എന്താ പറയുന്നത്, ആ പ്രവൃത്തിയാൽ സാത്താൻ്റെ മുഴുവൻ താളവും തെറ്റി. ദൈവത്തെ മനുഷ്യൻ ഉപേക്ഷിക്കാനായിട്ട് അവൻ പ്രേരിപ്പിച്ചു. ആദ്യം മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താൻ്റെ വാക്ക് കേട്ടു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം അധികാരമോഹിയായി തീർന്ന് സാത്താനെ അടിമപ്പെട്ടു, സാത്താൻ്റെ അധീനതയിലേക്ക് പോയി. എന്നാൽ ഇവിടെ അതേപോലെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ആ മനുഷ്യൻ സാത്താൻ്റെ അധീനതയിലേക്ക് പോകുന്നില്ല, പകരം ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവം അവനെ സ്നേഹിച്ചതുപോലെ അവൻ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനം ആയി ആ സ്നേഹം ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണ്, റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണ്. ആ സ്നേഹം കണ്ടപ്പോൾ സാത്താൻ വിറച്ചുപോയി. കാരണം ഇനി സാത്താന് മനുഷ്യൻ്റെ മേൽ അധികാരം വയ്ക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല. ഇത്രയും ഉപേക്ഷിച്ചിട്ടും, ഇത്രയും പഴി പറഞ്ഞിട്ടും, ഇത്രയും ഇതൊക്കെ നിന്നിച്ചിട്ടും, ഇത്രയും ഇതൊക്കെ മനുഷ്യർ ചെയ്തിട്ടും മനുഷ്യരെ യേശു ഉപേക്ഷിച്ചില്ല. ഇത്രയും ക്രോധം കാണിച്ചിട്ടും, ഇത്രയും ഒറ്റപ്പെടുത്തിയിട്ടും, എന്താ പറയുന്ന ഒരു കുറ്റവാളിയെ പോലെ മരിക്കാൻ അനുവദിച്ചിട്ടും യേശു ദൈവത്തെയും വിട്ടില്ല. എന്തൊരു ബന്ധമാണ്, എന്തൊരു താഴ്മയാണ്, എന്തൊരു സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം ഗ്രഹിക്കാൻ നമുക്ക് കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. അത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്, നമ്മുടെ നോളജിന് അപ്പുറത്താണ് അങ്ങനെയുള്ളൊരു സ്നേഹം. ആ സ്നേഹത്താൽ യേശു പിശാചിൻ്റെ വെറുപ്പിനെ തോൽപ്പിച്ചു. പിശാച് മനുഷ്യരുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിരുന്ന ഈ ചോദ്യങ്ങളെ തോൽപ്പിച്ചു. പിശാചിന് ന്യായവിധിക്കുള്ള വകുപ്പ് യേശു ഉണ്ടാക്കി കൊടുത്തു. കാരണം ഇതുവരെയും പിശാചിന് ന്യായവിധിയെ രക്ഷപ്പെടാനുള്ള എല്ലാ ലൂപ്പ് ഹോളും ഉണ്ടായിരുന്നു. മനുഷ്യരുടെ പാപം ദൈവം ഡയറക്റ്റായിട്ട് ക്ഷമിക്കുകയാണെങ്കിൽ പിശാചിൻ്റെ പാപവും എന്തെങ്കിലും പിശാച് മാനസാന്തരപ്പെട്ടാൽ ദൈവം ക്ഷമിക്കേണ്ടി വരും. പക്ഷെ മനുഷ്യൻ്റെ പാപം ദൈവം പൂർണ്ണ നീതി നടപ്പാക്കിയിട്ടാണ് ക്ഷമിക്കുന്നത്. എന്ന് വെച്ചാൽ പാപത്തെ ശിക്ഷിക്കുകയാണ് ദൈവം പൂർണ്ണമായിട്ടും. ഒരു ഇച്ചിരി പോലും അതിനെ ബാക്കി വയ്ക്കാതെ അതിനെ പൂർണ്ണമായിട്ട് ശിക്ഷിക്കുകയാണ്. ആ പാപത്തിൻ്റെ മുഴുവൻ ദണ്ഡനവും, പാപമില്ല കേട്ടോ, പാപത്തിൻ്റെ ദണ്ഡന, പാപം മൂലം വരുന്ന ആ ശിക്ഷ, അത് മുഴുവനും യേശുവിന് മേലെ ഇട്ടു. അപ്പോൾ യേശു അത് മുഴുവനും അനുഭവിച്ചു തീർത്തു. ഇനി ഇത് പ്രകാരം വേറെ ഒരാളെയും വിധിക്കാൻ പറ്റില്ല. മനുഷ്യരെ, യേശു മനുഷ്യനായിട്ടാണ് വന്നത്. സ്വർഗദൂതനായിട്ടോ മൃഗമായിട്ടോ ആണ് യേശു വന്നിരുന്നെങ്കിൽ സാത്താൻ അവനിൽ കൂടെ പാപക്ഷമ അപേക്ഷിക്കാമായിരുന്നു. പക്ഷേ യേശു മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രം യേശു ആ ബലി അർപ്പിച്ചതുകൊണ്ട് ഇനി സാത്താന് പാപക്ഷമയ്ക്കുള്ള വകുപ്പില്ല. സാത്താൻ ചെന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചാലും അവൻ്റെ പാപം ശിക്ഷിക്കാൻ ദൈവത്തിന് വകുപ്പുണ്ട്.
അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ്, ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ യേശു ക്രൂശിൽ മരിക്കുന്നതിലൂടെ ഈ ലോകത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സാത്താന്യ ശക്തി തകർന്നു. അവൻ്റെ അധികാരമില്ലാതെയായി. അവൻ്റെ അധികാരം എങ്ങനെയാണ്? അവൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ വയലൻസ് കൊണ്ടും മറ്റുള്ളവരെ അടക്കി ഭരിച്ചുകൊണ്ടും ഉള്ള അധികാരമാണ്. എന്നാൽ യേശുവിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അധികാരമാണ്. അധികാരത്തെയും ശക്തിയും ഒഴിച്ചുള്ള, പൂർണ്ണമായും കളഞ്ഞുള്ള സ്നേഹത്തിൻ്റെ അധികാരമാണ്. ആ സ്നേഹത്തിൻ്റെ അധികാരത്താൽ വെറുപ്പിൻ്റെയും മറ്റുള്ളവരെ അടിമയാക്കുന്നതും ആയ ആ ഒരു ഒപ്രഷൻ്റെ അധികാരത്തെ യേശു തകർത്തു. ഇനി സാത്താന് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കാനുള്ള വകുപ്പ് പോലും ഇല്ലാതായി. കാരണം യേശു മനുഷ്യനായിട്ടാണ് വന്നത്, ദൂതനായിട്ടല്ല വന്നത്. മനുഷ്യനായിട്ട് ദൈവം നേരത്തെ അബ്രഹാമിന് തോറയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അബ്രഹാം പാപക്ഷമയ്ക്ക് വേണ്ടി, സോദോം ഗൊമോറയുടെ പാപക്ഷമയ്ക്ക് വേണ്ടി മനുഷ്യരൂപത്തിൽ വന്ന കർത്താവിനോട് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരൂപത്തിൽ ദൈവത്തിന് വരാം. അത് പഴയ നിയമത്തിൽ തോറായിൽ തന്നെ ഉണ്ട്. മനുഷ്യരൂപത്തിൽ ദൈവം വന്നിരിക്കുകയാണ്. എന്തിന്? മനുഷ്യരുടെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി. മനുഷ്യരുടെ പാപം മാത്രമേ ക്ഷമിക്കപ്പെടുള്ളൂ. സാത്താന് ഇനി പാപക്ഷമയ്ക്കുള്ള വകുപ്പില്ല. അപ്പോൾ സാത്താൻ്റെ രാജ്യം അതോടെ കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ച് തകർത്തു. യേശു കാൽവരി ക്രൂശിൽ തകർക്കപ്പെടുമ്പോൾ സാത്താൻ്റെ കൂട്ടരൊക്കെ ഉല്ലസിക്കായിരിക്കും, അയ്യോ ഞങ്ങൾ ജയിച്ചെന്നായിരിക്കും പറയുന്നത്. പക്ഷെ സാത്താൻ്റെ രാജ്യം, സാത്താന് പാപക്ഷമയ്ക്കുള്ള വകുപ്പ് ഇല്ലാതായി. എന്ന് മാത്രമല്ല, സാത്താൻ ഇതുവരെയും ഈ മറ്റുള്ളവരെ ഭരിക്കുക, മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുക, അതിലൂടെ അവരുടെ മേൽ അധികാരം സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിദ്ധാന്തത്തെയും ആ ഉറപ്പിനെയും ദൈവപുത്രനായ യേശു ക്രിസ്തു സ്നേഹത്താൽ തകർത്ത് കളഞ്ഞു. അപ്പോൾ അവൻ്റെ ആ അധികാരത്തിൻ്റെ ശൈലിയെ പോലും യേശു ക്രിസ്തു തകർത്ത് കളഞ്ഞു. അവന് പാപക്ഷമയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ അധികാര ശൈലിയാണ് ശരിയായ ശൈലി എന്ന് വാദിച്ചുകൊണ്ടിരുന്ന സാത്താൻ്റെ ആ ശൈലിയെ പോലും യേശു ക്രിസ്തു അവൻ്റെ ജീവനെ കൊടുത്തുകൊണ്ട് തകർത്തു. സ്നേഹത്താൽ വെറുപ്പിനെയും വിദ്വേഷത്തെയും കയ്പിനെയും പകയും പിണക്കത്തെയും, മനുഷ്യരുടെ ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ഞാൻ കഷ്ടം അനുഭവിക്കുന്നു, അതുകൊണ്ട് ദൈവം അത് അറിയുന്നുണ്ടോ? ദൈവം അത് അറിയുന്നുണ്ട്. ദൈവം അനുഭവിച്ചില്ലേ? ദൈവം എന്നെ കൈവിടുന്നു. എടോ, ദൈവത്തെ തന്നെ കൈവിട്ടില്ലേ? പാപം ചെയ്യാത്തവനെ കൈവിട്ടെങ്കിൽ പാപം ചെയ്ത് നിന്നെ കൈവിടുന്നതിൽ എന്താ അത്ര വലിയ കാര്യം? ദൈവം കൈവിട്ടാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യപുത്രൻ, ഒരു ദൈവപുത്രൻ. അവൻ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇതുപോലത്തെ ഒരു കഷ്ടപ്പാട് നമുക്ക് വന്നില്ലല്ലോ. നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്, ദൈവം എന്നെ സഹായിച്ചില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്? പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവം എന്നെ സഹായിച്ചിട്ടില്ല. ദൈവം മറ്റുള്ളവരെ എന്നേക്കാൾ അധികം സഹായിച്ചു, എന്നെക്കാളും അധികം ഉയർത്തി, എന്നെക്കാളും കഴിവ് കുറഞ്ഞവരെ ഉയർത്തി, എന്നെ ദൈവം തടഞ്ഞു. എന്നാൽ ഇതൊന്നും ഒരു കാരണമല്ല ദൈവത്തെ ഉപേക്ഷിക്കാൻ. മനസ്സിലായോ? ഇതൊന്നും ഒരു കാരണമല്ല ദൈവത്തെ ഉപേക്ഷിക്കാൻ. ദൈവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുകയാണ് യേശു ക്രിസ്തു. യേശു അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് അവൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുകയാണ്. സാത്താൻ്റെ മുഴുവൻ പദ്ധതിയെയും മനുഷ്യരുടെ മേലുള്ള മുഴുവൻ അധികാരത്തെയും കംപ്ലീറ്റ് ആയിട്ട് ശൂന്യമാക്കി നശിപ്പിച്ചു. അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അവൻ ഇതുവരെയും ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ന്യായപ്രമാണം ഇനി അവന് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ന്യായപ്രമാണത്തിൻ്റെ വാക്കും കൊണ്ടല്ലേ യേശുവിൻ്റെ അടുക്കലേക്കും വന്നത്, ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ ദൂതന്മാർ പിടിച്ചോളും എന്ന് പറയുന്നുണ്ട്. അത് ന്യായപ്രമാണത്തെ കൂട്ടിയിട്ടാണ് പറയുന്നതെങ്കിലും അവൻ പറഞ്ഞ് ചാടിയാൽ പിടിക്കൂല, പക്ഷെ വീണാൽ പിടിക്കും. ചാടുന്നതും വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നീ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചാടിയത് കൊണ്ട് ദൈവം നിന്നെ രക്ഷിക്കാനൊന്നും വരാൻ പോകുന്നില്ല. നീ ദൈവത്തെ പരീക്ഷിക്കാൻ ചാടൊന്നും വേണ്ട, നീ വീഴാണ് അറിയാതെ, അങ്ങനെ നീ ദൈവം ദൂതന്മാരെ കൽപ്പിച്ച് നിന്നെ പിടിച്ചോളൂ. മനസ്സിലായോ? അതാ കർത്താവ് പറഞ്ഞത്, ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അവൻ ആ ദൈവവചനം കോട്ടിങ് കൊണ്ടും പരീക്ഷിക്കുകയാണ്. ദൈവമായ യഹോവയാണ് അവിടെ നിൽക്കുന്നത്. കർത്താവ് എൻ്റെ കർത്താവിനോട്, സങ്കീർത്തനം 110, ആ എൻ്റെ കർത്താവ് എന്ന് പറയുന്ന ആരാ? കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവിനെയാണ്, യഹോവയാണ് അവൻ എന്ത് ചെയ്യുന്നത്? പരീക്ഷിക്കുന്നത്. നിൻ്റെ ദൈവമായ യഹോവയെ നീ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. ഞാൻ നിൻ്റെയും കൂടെ ദൈവമാണ് സാത്താനെ. എന്ന് മാത്രമല്ല, നീ എന്നെ പരീക്ഷിക്കാനായിട്ട് വരുമ്പോൾ നീ ഈ വചനത്തെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നില്ല. നീ ദൈവത്തെ പരീക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവായി യേശു ക്രിസ്തു സാത്താൻ കൊണ്ടുവന്ന് ആ പരീക്ഷകളെ അന്നും ജയിച്ചു. അവസാനം അവനെ കംപ്ലീറ്റ് ആയിട്ട് തോൽപ്പിച്ചു തൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ. ആ അവസാനം വരെയും പിശാചിന് കീഴ്പ്പെട്ട് അവൻ്റെ കാലിൽ വന്ദനം ചെയ്യാനായിട്ട് കർത്താവ് പോയില്ല. കർത്താവ് പകരം പിതാവിനെ വന്ദനം ചെയ്തു. എൻ്റെ പിതാവ് എനിക്ക് ഈ ലോകത്തിന്മേൽ അധികാരം തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി. മനസ്സിലായോ?
എനിക്ക് ഈ ലോകത്തിന്മേൽ എൻ്റെ പിതാവ് അധികാരം തന്നാലും തന്നില്ലെങ്കിലും ശരി, അവൻ എൻ്റെ പിതാവാണ്, നീ എൻ്റെ പിതാവല്ല, അവനെ ഞാൻ നമസ്കരിക്കുകയുള്ളൂ. ഈ ലോകത്തിന്മേൽ മുഴുവനും നിനക്ക് അധികാരം തരാമെന്ന് വന്ന് പറഞ്ഞ പിശാചിനുള്ള മറുപടിയാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ആത്മാവിനെ ദൈവത്തിന് ഭരമേൽപ്പിച്ചു കൊണ്ട് കൊടുക്കുന്നത്. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ആ ദൈവത്തെ അവൻ നമസ്കരിച്ചുകൊണ്ട് അവൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സാത്താൻ്റെ ആ പരീക്ഷണങ്ങൾ മുഴുവൻ തെറ്റാണ്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന ശതാധിപൻ, ഏത് ശതാധിപൻ്റെ മനസ്സ് തിരിച്ചിട്ടാണോ യേശുവിനെ ഒരുപാട് അടുപ്പിച്ചത്, അവനെ ക്രൂശിൽ ഇട്ട് പീഡിപ്പിച്ചത്, ആ റോമൻ ശതാധിപൻ അവിടെ ഇരുന്ന് മുട്ടുകുത്തി പറയാണ്, ഇവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ. സാത്താൻ എന്താ ചോദിച്ചത്? നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ കല്ലപ്പമാക്കുക. എടോ, കല്ലപ്പമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രൂശിൽ മരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവൻ മുട്ടുമടക്കും. അവൻ ഇരുന്ന് മുട്ടുമടക്കി അവൻ കരയാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. എന്തുകൊണ്ടാണ് കരയുന്നത്? എടോ, ഇവൻ ഒരു ദൈവപുത്രനെ സേവിക്കുന്നവനാ. ഈ റോമൻ ശതാധിപൻ എന്ന് പറയുന്നത് റോമൻ ഭടനാണ്. റോമക്കാരുടെ പ്രഭുവായിരിക്കുന്ന കൈസർ അവൻ അവകാശപ്പെടുന്നത് എന്താണ്? ഞാൻ റോമിൻ്റെ അധികാരിയാണ്, എൻ്റെ പിതാവായ കൈസർ ജൂലിയസ് സീസർ മരിച്ചുപോയി, അവൻ ഇപ്പോൾ ദൈവമായിരിക്കുകയാണ്, അവൻ ദൈവത്വം പ്രാപിച്ച് ദൈവത്തിൻ്റെ അടുത്തിരിക്കുകയാണ്, അവൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ ഭരിക്കുന്നത്. ഫറവോൻ്റെ രാജ്യത്വം അങ്ങനെ തന്നെയായിരുന്നു. സൂര്യദേവൻ്റെ പേരിലാണ് ഞാനിവിടെ ഭരിക്കുന്നത്. നമ്മുടെയും കുറേ സൂര്യവംശികളും ചന്ദ്രവംശികളായിട്ടുള്ള രാജാക്കന്മാരുണ്ട്. അവരൊക്കെ ഭരിക്കുന്നത് അവരുടെ ചന്ദ്രനാണ് അവരുടെ ദൈവം, അവൻ്റെ പേരിലാണ് ഞാൻ ഭരിക്കുന്നത്. അവരാണ് യഥാർത്ഥ രാജാവ്, ഞാൻ അവരുടെ പേരിൽ ഭരിക്കുന്നു. അത്രയേ ഉള്ളൂ. ചൈനീസിനുമുണ്ട് അവരുടെ ആയിട്ടുള്ള സംസ്കാരത്തിലുള്ള വലിയ ആളുകൾ, അവരുടെ ആൻസസ്റ്റേഴ്സ്. അവർ പറയാണ് അവരാണ് ശരിക്കും ദൈവികത്വമുള്ളവർ, ഞങ്ങൾ അവൻ്റെ പേരിൽ അവൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഭരിക്കുകയാണ്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഭരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ മുകളിൽ ഇവരുടെ തെറ്റുകളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് വരില്ലല്ലോ. അതുകൊണ്ടും പിന്നെ അതിനെ ഒരു അധികാരിയായി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അദൃശ്യ ശക്തിയെ ബഹുമാനിക്കും എന്നും കണ്ടിട്ടാണ് ഈ സൂര്യനെ പിന്നെ അദൃശ്യനാണെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ പവർ തേജസ് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിന് കീഴ്പ്പെട്ട് അവരിരുന്നോളും എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ പേരിൽ അവർ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വരുമ്പോൾ ഈ ലോക രാജ്യങ്ങളൊക്കെ അവരവരുടെ ആ ദേവന്മാരും ദേവിമാരും അവരുടെയൊക്കെ ദൈവങ്ങളുടെ ശക്തികളുടെ പേരിൽ ഭരിക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ദൈവം തന്നെയാണ്, യാഹ്വേ, മനുഷ്യരൂപത്തിൽ. പിതാവായ ദൈവം യഹോവയാണെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് പിതാവിൻ്റെ പുത്രൻ, പിതാവുമായിട്ട് ബന്ധപ്പെട്ടവൻ, പിതാവിൽ നിന്ന് വന്നവൻ, പിതാവിന് സമൻ, എന്നാൽ വ്യത്യസ്ത വ്യക്തിയാണ്. അതിൻ്റെ കാര്യങ്ങളും മർമ്മങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിൽക്കുന്നത് പിതാവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. ഒരു വേറെ രീതിയിലുള്ള സ്വഭാവവും വേറെ രീതിയിലുള്ള ശക്തിയുമാണ് കർത്താവ് അവിടെ കാണിക്കുന്നത്. അവൻ കാണിക്കുന്നത് മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്ന, അവരെ ഭയപ്പെടുത്തുന്ന, അവരെ അടിമപ്പെടുത്തുന്ന, അവരുടെ മേൽ ഭരിക്കുന്ന, അധികാരം അവരുടെ മേൽ സ്ഥാപിക്കുന്ന ഒരു ശക്തിയല്ല, അധികാരം വിട്ടുകൊടുത്തുള്ള സ്നേഹത്തിൻ്റെ ശക്തിയാണ്. ആ ദുർബലത എന്ന് പറയുന്നത് ഒരു മഹാശക്തിയാണ്. അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സേവിക്കാനും രക്ഷിക്കാനും സഹായിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവനെ തന്നെ സ്നേഹിക്കാനും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ക്ഷമിക്കാനും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൈസർ അവിടെ പറയുന്നുണ്ട് ഞാൻ ദൈവപുത്രനാണ്, ഫറോ പറയുന്നുണ്ട് ഞാൻ റായുടെ പുത്രനാണ്. എന്നാൽ ഇവരൊന്നും കണ്ടപ്പോൾ തോന്നാത്ത ഒരു സംഗതി അവിടെ ശതാധിപന് തോന്നാനായിട്ടിടയായി. അവൻ പറയാണ് ഇവനാണ് സാക്ഷാൽ ദൈവപുത്രൻ. അതെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? ഇവരെല്ലാം ദൈവപുത്രന്മാരാകുന്നത് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ടാണ്, മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ യേശു മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ആത്മാവിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധം നിഷേധിക്കുന്നില്ല, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, അവരുമായിട്ടുള്ള ബന്ധത്തെയും നിഷേധിക്കുന്നില്ല. അവൻ്റെ രാജ്യത്തോടും അവൻ്റെ ദൈവത്തോടും ഒരേപോലെ പ്രതിബദ്ധതയുള്ളവനാണ്. അവൻ്റെ രാജ്യത്തെ അവൻ ഉപേക്ഷിക്കുന്നില്ല, രാജ്യസ്നേഹം ഉപേക്ഷിക്കുന്നില്ല, ദൈവസ്നേഹവും അവൻ ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യരെയും ദൈവത്തെയും ഒരേപോലെ അവൻ പിടിച്ചിരിക്കുക, അവൻ സ്നേഹിക്കുക. അപ്പോൾ ശതാധിപന് ഇത് കണ്ടപ്പോൾ തോന്നിയത് മറ്റ് ദൈവപുത്രന്മാരിൽ നിന്നും അവൻ വ്യത്യസ്തനാണെങ്കിലും അവരെക്കാളും ശ്രേഷ്ഠത യേശുവിനുണ്ട്. അതെന്താ അങ്ങനെ? ഈ ശതാധിപൻ അറിയാം ഇവൻ അവൻ്റെ പ്രാണനെ കൊടുത്താണെങ്കിലും കൈസറിൻ്റെ
സാമ്രാജ്യത്തെ സംരക്ഷിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്രൂശീകരണം നടത്തുന്നത്. കാരണം കൈസറിന് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ശക്തിയാണ് യേശു എന്ന് പറയുന്നത്. യേശു പറയാണ്, ഞാൻ ദൈവമാണ്, ഞാൻ അധികാരിയാണ്, ഞാൻ രാജാവാണ്, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്, അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ്. എന്തിൽ നിന്ന് രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്? കൈസറുടെ അടിമത്തത്തിൽ നിന്ന് എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അപ്പോൾ കൈസർക്ക് ഒരു ബദൽ രാജാവ്, കൈസർക്ക് കൈസർക്കെതിരെ നിൽക്കുന്ന ഒരു ശക്തി എന്നുള്ള രീതിയിലാണ് പീലാത്തോസ് അവനെ കണ്ടിട്ട് അവൻ്റെ മേലുള്ള വിധി എഴുതുന്നത്. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാർ പറഞ്ഞ് ഇങ്ങനെ രാജാവാണെന്ന് ക്ലെയിം ചെയ്തു എന്ന് എഴുതിയാൽ മതി. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ എഴുതി. എന്താ കാരണം? റോമിൽ നിന്ന് ചോദ്യം വന്ന പീലാത്തോസ് പറയണം, എന്ത് പറയണം? എന്തിനാണ് ഈ മനുഷ്യന്, ഒരു കുറ്റവും ചെയ്യാത്ത നീതിമാനായിരിക്കുന്ന ഒരു റോമക്കാരുടെ ഒരു ലോയെയും തെറ്റിക്കാത്ത ഈ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ വലിയ ക്രിമിനൽസാണ്. അങ്ങനെയുള്ളവർക്കാണ് ആ ശിക്ഷ കിട്ടുന്നത്. എന്ന് വെച്ചാൽ റോമിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എതിരെ പ്രവർത്തിക്കുകയും അതിനെതിരെ ട്രൈറ്ററായിട്ട് പ്രവർത്തിക്കുകയും ടെററിസ്റ്റുമാർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ആ ശിക്ഷ കിട്ടുന്നത്, ക്രൂശീകരണം എന്ന് പറയുന്നത്. ഇവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവൻ എല്ലാവരെയും സഹായിക്കുകയും സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്ത മനുഷ്യൻ, ഒരു കാർപ്പൻ്റർ. ഇവൻ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന ചോദ്യം വരുമ്പം പീലാത്തോസിന് പറയാനായിട്ട് സാധിക്കണം. എന്ത് പറയാനായിട്ട് സാധിക്കണം? ഇവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് അവകാശപ്പെട്ടു. അവരുടെ മതഗ്രന്ഥങ്ങൾ പ്രകാരം പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. അതുകൊണ്ട് ഇവൻ കൈസർക്കെതിരെ നിൽക്കുന്നവനാണ്. അങ്ങനെ കൈസർക്കെതിരെ ഇവൻ ഒരു ബദൽ രാജാവായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവനൊരു ത്രെറ്റായി തോന്നി. അതുകൊണ്ടാണ് ഇവനെ ഞങ്ങൾ ഒഴിവാക്കിയത്. ഇത് പറയാൻ ആർക്ക് സാധിക്കണം? പീലാത്തോസിന് സാധിക്കണം. ഇവൻ അവകാശപ്പെട്ടു എന്ന് എഴുതിയാൽ പീലാത്തോസിന് അവിടെ ചെന്നിട്ട് സ്ഥാപിക്കാൻ പറ്റുമോ ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്, അതുകൊണ്ടാണ് ഞാൻ കൊന്നത് എന്ന്? ഇല്ല. അതുകൊണ്ടാണ് പീലാത്തോസ് അത് മാറ്റാതിരുന്നത്. പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. ഇവൻ യഹൂദന്മാരുടെ രാജാവാണല്ലോ, ഇവൻ സാക്ഷാൽ ഇസ്രായേലാണ്, ഇവനാണ് യഹൂദന്മാരെ വിടുവിക്കാനായിട്ട് വന്നിരിക്കുന്നവൻ. ആ യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ ആണി അടിച്ച് കയറ്റിയ, അവൻ്റെ തലയിൽ അവനൊരു മുൾമുടി ഒരുക്കി കൊടുത്ത ആ ശതാധിപനാണ് അവിടെ മുട്ടുകുത്തിയിട്ട് പറയുന്നത് ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? എടോ, ഈ ശതാധിപന് പോലും ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവൻ്റെ റോമിൻ്റെ കൈസറിന് വേണ്ടിയിട്ട് ഇതുപോലെ മരിക്കാൻ അവൻ തയ്യാറാവും ചോദിച്ചാൽ അവൻ അറിഞ്ഞൂടാ. വേറൊരു രാജ്യം വന്ന് അവനെ കൊണ്ടുപോയി അവനെ ഇതുപോലെ ക്രൂശിക്കുകയാണെങ്കിൽ, ഇവനെ ഉപദ്രവിക്കുകയാണെങ്കിൽ, ഇത്രയും ഉപദ്രവം സഹിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവൻ കൈസറിൽ നിന്ന് കൂറുമാറുമോ ഇല്ലയോ എന്ന് അവൻ അറിഞ്ഞൂടാ. അവൻ്റെ ജനമായിരിക്കുന്ന റോമിനെ അവൻ ഉപേക്ഷിക്കുകയോ ഇല്ലയോ എന്ന് അവൻ അറിഞ്ഞൂടാ. പക്ഷേ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ്റെ ജനത്തെയും ഉപേക്ഷിക്കുന്നില്ല, അവൻ്റെ ദൈവത്തെയും ഉപേക്ഷിക്കുന്നില്ല. ഇത്രയും വിശ്വസ്തത, ആ വിശ്വസ്തതയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്നാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ വിശ്വസ്തത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ വിശ്വാസം എന്നാണ് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തോടുള്ള യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്തത മൂലമാണ് നമുക്ക് രക്ഷയുടെ പാത ഒരുങ്ങുന്നത് എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്. അവസാനം വരെയും ദൈവത്തോടും മനുഷ്യരോടും ഇസ്രായേലിനോടും വിശ്വസ്തനായിരുന്നു യേശു ക്രിസ്തു. അവൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ ആശ്രയിക്കുന്നു. എന്നുവെച്ചാൽ ആ ഒരു ബോട്ട് ഇങ്ങനെ പോവാണ്, അതിൽ നമ്മളും കൂടെ പിടിച്ചിട്ട് അതിലൂടെ നമ്മളും കരകയറാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ വിശ്വസ്തത കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ നമ്മളെ വഞ്ചിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ വിശ്വസിച്ചാൽ അതൊരു ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമാണ് അവർ പറഞ്ഞത്. മനസ്സിലാക്കുക, അത് മനസ്സിലിങ്ങനെ വിശ്വസിച്ചു എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് ഹൃദയത്തിലാണെങ്കിൽ പോലും ഇമോഷണൽ ഫെയ്ത്താണ്. എന്താണ് ഇമോഷണൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വിശ്വസ്തത എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുമോ? അതാണ് ചോദ്യം. എന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാകുമോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നതാണ് ചോദ്യം. അവിടെയാണ് ദൈവപുത്രനാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടുന്നത്. സാത്താൻ പറഞ്ഞില്ലേ, കല്ലപ്പമാക്കി നീ ദൈവപുത്രനാണെന്ന് തെളിയിക്ക്. എടോ, കല്ലപ്പമാക്കേണ്ട കാര്യമില്ല. ഇവിടെ കല്ലുപോലെ കിടന്ന ഹൃദയമാണ് ഈ റോമൻ ശതാധിപൻ്റെ. അതിനെ മാംസളമായ ഹൃദയമാക്കി ഇപ്പം ഇവൻ യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ഇതുപോലത്തെ വിശ്വസ്തത അവനില്ല എന്നും അവന് മനസ്സിലായി. ദൈവത്തോട് ഇതുപോലുള്ള വിശ്വസ്തത, അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ നേടി ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയത്തിലൊരു കല്ലാണ്, ദൈവത്തിൻ്റെ ഒരു രാജകീയ പുരോഹിതനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന നിങ്ങൾ
ദൈവം എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന നിങ്ങൾ, ദൈവത്തിൻ്റെ യേശുക്രിസ്തു ശരീരത്തിൻ്റെ അവകാശിയാണ്, അംശയാണ് ഞാൻ എന്നൊക്കെ അവകാശപ്പെടുന്ന നിങ്ങൾ, ഞാൻ ദൈവവുമായിട്ട് വിശ്വസ്തത പാലിക്കണം. ഈ ഉടമ്പടി ബന്ധം നിരപ്പാക്കാൻ വേണ്ടി, അത് കറക്റ്റാക്കാൻ വേണ്ടി മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പ്. എന്നിട്ട് വേണം പരിശുദ്ധാത്മാവിന് വരാനുള്ള മാർഗം തുറക്കാൻ. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവനെ സ്വീകരിക്കുന്ന എല്ലാവരുടെ മേലും വരും. അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അവരുടെ മേലുള്ള ശാപം നീങ്ങിപ്പോകും, മരണം നീങ്ങിപ്പോകും, അടിമത്വം നീങ്ങിപ്പോകും, സാത്താനിൻ്റെ അടിമത്വം നീങ്ങിപ്പോകും. യേശു കർത്താവ് ഇതിനൊക്കെ ജയിച്ചല്ലോ. അവർ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ ഭവനക്കാരും ഒക്കെ ആയിത്തീരും. എന്നാൽ അങ്ങനെയായി തീർന്ന അവർ ഉടമ്പടി പുതുക്കിയിട്ടേ ഉള്ളൂ. ആ ഉടമ്പടി പുതുക്കി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ആ ഉടമ്പടി ബന്ധത്തിൽ തന്നെ ജീവിക്കണം. എങ്ങനെയാണ് ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സ്നേഹിക്കുക, ദൈവത്തെ ഏറ്റവും സ്നേഹിക്കുക, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മുടെ പാപങ്ങൾ നമ്മൾ അറിയുന്നു, നമ്മുടെ പാപങ്ങളെ നമ്മൾ വെറുക്കുന്നു. നമ്മുടെ പാപങ്ങൾ വെറുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, നമുക്ക് സ്നേഹിക്കാനും കഴിയുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ പാപങ്ങൾ വെറുക്കുന്നത്. നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ പാപങ്ങൾ വെറുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പാപങ്ങളെയും അവരൊന്ന് വേറിട്ട് കണ്ടിട്ട് അവരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? C.S. ലൂയിസിൻ്റെ ആ ഒരു മിയർ ക്രിസ്ത്യാനിറ്റിയിലെ ഒരു ആശയമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചത്. മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളെപ്പോലെ തന്നെ കാണണം. നിങ്ങൾക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? അതേപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ ഞാൻ പാപിയാണെന്ന് അറിഞ്ഞും കൊണ്ടും ആ പാപത്തെ വേറിട്ട് കണ്ടുകൊണ്ട്, വ്യക്തിയെ വേറിട്ട് കണ്ടുകൊണ്ട് ഈ വ്യക്തിയെ സ്നേഹിക്കാനും പാപത്തെ വെറുക്കാനും സാധിക്കുന്നില്ല. അതേമാതിരി മറ്റുള്ളവരുടെ പാപത്തെ വെറുക്കാനും ആ വ്യക്തിയെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. ആത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മോഹിക്കില്ല, മോഷ്ടിക്കില്ല, മർഡർ ചെയ്യില്ല, അവരെ മറ്റുള്ളവരുടെ ഭാര്യമാരെ വ്യഭിചരിക്കില്ല. നമ്മൾ അവർക്കെതിരെ കള്ളസാക്ഷ്യം കോടതിയിൽ പറയില്ല. നമ്മൾ ദൈവത്തെ ഏറ്റവും സ്നേഹിക്കുന്നവരായതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം വൃഥാവായി എടുക്കുകയില്ല, വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയില്ല. ദൈവത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ വേറിട്ടിരിക്കുന്ന ദിവസങ്ങൾ, സമയങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പൂർണ്ണ വിശുദ്ധിയോടെ ചെലവഴിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കും, അവരെ സഹായിക്കും. അവരുടെ ഓൾഡ് ഏജിൽ അവരെ ത്യജിക്കുകയല്ല ചെയ്യുക, അവരെ സഹായിക്കും, അവരോട് കൂടെ നിൽക്കും, അവരെ മനസ്സിലാക്കും. അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത്, ചിലപ്പം പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുക, സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പണപരമായി ധനപരമായിട്ട് സഹായിക്കുക. എങ്ങനെയാണെങ്കിലും നമ്മൾ അവരെ കരുതുക, അവരെ സഹായിക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സേവിക്കുന്നു, നമ്മൾ അവരെ ശുശ്രൂഷിക്കുന്നു, നമ്മൾ അവരോട് ക്ഷമിക്കുന്നു, അവരെ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറ്റം പറയാനും ഉപദ്രവിക്കാനും പാര പണിയാനും ഒന്നും നേരം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതമായിരിക്കേണ്ടത്. അവനൊരു അനുഗ്രഹമാണ്, അവൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, അവൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനായി തീരണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കർത്താവുമായിട്ടുള്ള ആ ഉടമ്പടിയിൽ നമ്മളും വിശ്വസ്തരാണ് എന്ന് കർത്താവ് കാണും. അപ്പോൾ ചില ആളുകളുടെ ധാരണ, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റൊക്കെ പറ്റിപ്പോയാൽ ആ ദൈവമായിട്ടുള്ള ഉടമ്പടി പൂർണ്ണമായിട്ടും ഇല്ലാതാവുമോ? ഇല്ല, അത് തെറ്റിപ്പോവില്ല. അത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് ദുഃഖിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും, കാണിച്ചു തരും, നീ ഇത് ചെയ്ത തെറ്റാണ്, നീ ആ വ്യക്തിയോട് ഇത് ചെയ്യാൻ പാടില്ല, നീ അവനോട് പോയി ക്ഷമ ചോദിക്കണം, നീ അവനോട് പോയി ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കണം, നീ അവനോട് ക്ഷമ ചോദിച്ച് അവൻ നിരപ്പ് പ്രാപിക്കാൻ തയ്യാറില്ലെങ്കിലും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ അവനോട് ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ എന്തെങ്കിലും ഒന്ന് രണ്ട് തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഈ ഉടമ്പടി ബന്ധമൊന്നും നശിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്നത് തുമ്മിയാ തെറിക്കുന്ന മൂക്ക് മാതിരിയല്ല. ഇസ്രായേൽ ജനം വളരെയധികം പാപം ചെയ്തപ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് പോയത്. നീതിയെ അനീതിയായി വ്യാഖ്യാനിക്കുകയും അനീതിയെ നീതിയായി വ്യാഖ്യാനിക്കുകയും ദൈവത്തിന് പകരം വിഗ്രഹങ്ങളെ സേവിക്കുകയും അതിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോഴാണ് ദൈവം അവരെ വിട്ടുപോയത്. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളൊക്കെ തെറ്റിക്കുന്ന ചെറിയ ചെറിയ മനുഷ്യർ അവിടെ ഓൾറെഡി ഉണ്ട്. ഒരുപാട് കൽപ്പനകൾ തെറ്റിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവർക്കൊക്കെ നീതിന്യായ കോടതികൾ പല രീതിയിലുള്ള ശിക്ഷകൾ കൊടുത്തു, ചിലർക്കൊക്കെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗങ്ങളും കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കൂടെ തന്നെ ഇരുന്നു. ദൈവരെ ഉപേക്ഷിച്ച് പോയില്ല. ദൈവം അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് പോവില്ല. ദൈവം ഉപേക്ഷിച്ച് പോകുന്ന എപ്പോഴാണ്? നമ്മൾ ദൈവത്തെ നിഷേധിക്കുമ്പോൾ. പിന്നെ ദൈവത്തെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല.
പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പാപത്തെ മുഴുകി അനീതിയെ നീതിയൊക്കെ ആയി വ്യാഖ്യാനിക്കുകയും അനീതിയുടെ പാതയിൽ കൂടെ നടക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, എന്നാൽ നിങ്ങൾ സെൻസിറ്റീവ് ആണോ? ദൈവം നിങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്ത ദൈവം നിങ്ങളെ ഓരോ ദിവസവും അവൻ്റെ വചനത്താൽ പുതുക്കും. ഇതുപോലുള്ള പരീക്ഷകൾ വരുമ്പോൾ നിങ്ങൾ സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. സാത്താൻ മനുഷ്യരെ ഉപയോഗിച്ച് പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷകൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ദൈവമല്ല പരീക്ഷിക്കുന്നത്, സാത്താനാണ് പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷകൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവം അറിയുന്നുണ്ട്, ദൈവം അനുവദിച്ചതാണ്. ഈ പരീക്ഷയിൽ കൂടെ ദൈവം തന്നെ നമ്മളെ കൊണ്ടുവരും, നമ്മളെ ജയിപ്പിക്കും, നമ്മളെ ജയാളിയായി നിർത്തും. നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കാതിരുന്നാൽ മതി. ദൈവവുമായുള്ള ബന്ധത്തിൽ അവസാനം വരെ പിടിച്ചെന്നില്ല കർത്താവ്. അതുകൊണ്ടല്ലേ അവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് ഈ ശതാധിപൻ വിളിച്ചു പറഞ്ഞത്. അത് സാത്താനും കേട്ട് കാണും. ഇനി കർത്താവായ യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ശേഷം മരണത്തെയും ദ്രവത്വത്തെയും ഈ പ്രപഞ്ചത്തെയും കർത്താവായ യേശുക്രിസ്തു പൂർണ്ണമായും ജയിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് എല്ലാത്തിനും മീതെയായിരുന്നു. ദൈവത്തിൻ്റെ ആ അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ അവനിലാണ് വസിക്കുന്നത്. നമുക്ക് ഓൾറെഡി പാപ, ശാപ, ഈ പറയുന്ന ദൈവക്രോധം, മനുഷ്യരുടെ ചോദ്യങ്ങൾ, പിന്നെ സാത്താൻ്റെ അധീനത, ഇവയ്ക്കൊക്കെ മേലെ വെറുപ്പ്, ഇതിനൊക്കെ മേലെ ദൈവം നമുക്ക് ഓൾറെഡി ജയം തന്നു കഴിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷാവിധി, ഇതിനൊക്കെ മേലെ ദൈവം നമുക്ക് ജയം തന്നു കഴിഞ്ഞു. മരണം, ദ്രവത്വം, ഇതിനു മേലൊക്കെ ദൈവം നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ജയം തന്നു കഴിഞ്ഞു. ഇത്രയും ജയങ്ങളുള്ള നമ്മൾ ജയാളികളാണെന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ മനസ്സിൽ വന്ന് സാത്താൻ എന്ന് മന്ത്രിക്കും, നീ ഒരു പരാജയമാണ്. കണ്ടില്ലേ നിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊന്നും സാത്താൻ കാണിച്ചു തരില്ല. നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു ജയമാണ്. കോടാനുകോടി സ്പേംസ് നിങ്ങളുടെ അച്ഛൻ്റെ വേസ്റ്റായിപ്പോയി. അതിൽ കുറച്ച് സ്പേംസ് മാത്രമാണ് നിങ്ങളുടെ അമ്മയുമായിട്ട് നിങ്ങളുടെ അച്ഛൻ അവർ ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത്. ആ സ്പേംസിൻ്റെ ഇടയ്ക്ക് നിന്ന് നിങ്ങളെന്ന് പറയുന്ന ഒരു സ്പേം മാത്രമാണ് രക്ഷപ്പെട്ടിട്ട് എക്സ് ആയാലും വൈ ആയാലും അവിടെ ചെന്നിട്ട് നിങ്ങളുടെ അമ്മയിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഊവത്തെ ഫെർട്ടിലൈസ് ചെയ്തത്. അങ്ങനെ ആ ഫെർട്ടിലൈസേഷൻ സ്റ്റേജിൽ പലതിനെയും തോൽപ്പിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിന് മുമ്പെയുള്ള പലതിനെയും തോൽപ്പിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എംബ്രിയോ ആയി അതൊരു കുഞ്ഞായി മാറി. കുഞ്ഞായി പുറത്തേക്ക് വന്നു, നിർജീവിച്ചു, പഠിച്ചു. എത്ര ജയങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്രയോ പേര് ആദ്യമേ പരാജയപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ജീവന് ഒരുപാട് വിലയുണ്ട്. സാത്താൻ പറയും, നീ ചാടിക്കോ, നിനക്ക് എൻട്രൻസ് കിട്ടിയില്ല. സാത്താൻ പറയും, നിന്നെ അവർ അമേരിക്കയിലേക്ക് വിളിച്ചില്ല, നീ ചാടിക്കോ. നിന്നെ അവരുപേക്ഷിച്ചിട്ട് പോയി, നീ ചാടിക്കോ. നിൻ്റെ വീട്ടുകാർ നിന്നെ പകയ്ക്കുന്നു, നീ ചാടിക്കോ. നീ സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല, നീ സ്നേഹിച്ച ഭർത്താവിനെ നിനക്ക് കിട്ടിയില്ല, നീ ചാടിക്കോ. സാത്താൻ പറയും, നിങ്ങളുടെ ജീവന് യാതൊരു വിലയില്ല. യേശുവിനോട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? നീ ചാടിക്കോ. എന്നിട്ട് വചനവും കൂടെ കാണിച്ചു തരികയാണ്. എന്താണ് വചനം? നിന്നെ ദൂതന്മാർ പിടിച്ചോളൂ. അല്ല, നീ ദൈവഹിതപ്രകാരം തന്നെ വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ പിടിക്കുമല്ലോ എന്തായാലും. നീ ചാടിക്കും. നീ ചാടിയാ ദൈവം പിടിക്കുമെന്ന് എവിടെ എഴുതിയില്ല. നീ വീണാൽ ഒരു പക്ഷേ ദൈവം പിടിക്കും, അറിയാതെ വഴുതി വീഴുകയാണെങ്കിൽ. അതുകൊണ്ട് പിശാച് ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് വരുന്ന സമയത്ത്, യേശു ക്രിസ്തു കൽവറി ക്രൂശിൽ കിടക്കുന്ന സമയത്തും ഇതേ ചോദ്യങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ, നീ ഇസ്രായേലിൻ്റെ രാജാവാണെങ്കിൽ, നീ മെസ്സിയാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നാണ് ചോദിക്കുന്നത്. അതേ പരീക്ഷണമാണ് അവിടെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇസ്രായേലിൻ്റെ രാജാവാണെങ്കിൽ നീ ഇറങ്ങി വാ എന്നാണ് ചോദിക്കുന്നത്. കർത്താവ് ഇറങ്ങി വന്നോ? ഇല്ല. അതെന്തേ? ഇസ്രായേലിൻ്റെ മെസ്സിയ അല്ലാത്തതുകൊണ്ടാണ്? അല്ല. ആ സാത്താൻ്റെ എല്ലാ പ്രകോപനങ്ങളും കേട്ട് അനുസരിക്കേണ്ട ആളല്ല. അവൻ ചാടിക്കുമെന്ന് പറയും, നിങ്ങൾ ചാടും.
പണ്ടെൻ്റെ അച്ഛൻ പറയായിരുന്നു, ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ അച്ഛാ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും എക്സ്കർഷന് പോകുന്നുണ്ട്, എല്ലാവരും മറ്റന്നാൾ പരീക്ഷയാണ്, പക്ഷേ എല്ലാവരും ഇന്ന് എക്സ്കർഷന് പോകുന്നുണ്ട്, എല്ലാവരും എല്ലാവരുടെ പേരൻസ് സമ്മതിച്ചു, അവർക്കൊക്കെ പൈസ കൊടുത്തു, അവരെല്ലാവരും നല്ല ജോളിയായിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കിണറ്റിലേക്ക് പോയി ചാടുകയാണെങ്കിൽ നീയും പോയി ചാടും. അപ്പോൾ നെട്ടിപ്പോയി. എന്തത്? ചിലപ്പോൾ എല്ലാവരും അവർക്ക് പരാജയങ്ങൾ വരുന്ന സമയത്ത് ചാടുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരു കമ്പനി വിട്ട് വേറെ കമ്പനിയിലേക്ക് ചാടാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പിശാച്. നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിലെ കാര്യങ്ങൾ ചെയ്യാവൂ. നിങ്ങളെ സഹായിച്ച ബോസ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അവഗണിക്കുകയും ത്യജിക്കുകയും ചെയ്യരുത്. അവരുടെ മനസ്സിൽ നിന്നൊരു പ്രാക്ക് അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നൊരു വേദന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വഴി മുടക്കും. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പേടിപ്പിക്കുകയാണ് പിശാച്, പേടിപ്പിക്കുകയാണ്. ചാടിക്കോ എന്നാണ് പറയുന്നത്. കർത്താവ് ചാടിയോ? ഇല്ലല്ലോ. നീ ഇറങ്ങി വാ, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ ഇറങ്ങി വാ. കർത്താവ് യേശു ക്രിസ്തു, ഞാൻ മെസ്സിയാണ്, ഞാൻ ഇസ്രായേലിലെ രാജാവാണ്, ഞാൻ ഇറങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് ആ ദൂതന്മാരെയൊക്കെ വിളിച്ചിട്ട് അവരെല്ലാം ദഹിപ്പിച്ചിട്ട് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? വെറുപ്പിനെ ജയിക്കാൻ പറ്റുമോ? സ്നേഹത്താൽ വെറുപ്പ് ജയിക്കൂലേ? വയലൻസ് ജയിക്കൂലേ? കർത്താവ് തന്നെ വയലൻ്റായി പോകൂലേ? വെറുപ്പിനെ ജയിക്കാൻ കഴിയില്ല. അന്ധകാരത്തെ ജയിക്കാൻ കഴിയില്ല. സ്നേഹത്താൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ആ പ്രകോപനം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വചനം തന്നെ അവനോട് പറയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. അത് 3 അർത്ഥത്തിലെടുക്കാം. 1, അവൻ ദൈവമായ യഹോവയാണ്. 2, ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നൊരു വചനമുണ്ട്. നമ്മൾ ചാടുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചാടുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്ന പോലെയാണ്. 3, ദൈവത്തിൻ്റെ വചനത്തെ അവൻ മിസ്കോട്ട് ചെയ്യാണ് സാത്താൻ. അങ്ങനെ അവൻ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. 3 അർത്ഥങ്ങൾ അതിനകത്ത് അടങ്ങുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് യേശു ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ മെയിൻ അർത്ഥം എന്താണ്? നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയാൽ ദൈവം നമ്മളെ പരീക്ഷയ്ക്കായിട്ട് അനുവദിക്കൂ. പക്ഷെ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തെ അങ്ങ് വിടുകയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടിയാൽ ചിലപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോകും, പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല എന്ന് യേശു പറയുമ്പോൾ യേശു അവൻ ദൈവമായിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് അവനെ തന്നെ കുറച്ച് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല. തലേന്ന് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് മാറില്ല എന്ന് കണ്ടപ്പോൾ കർത്താവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ പാനപാത്രം മുഴുവൻ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്മേൽ വരുന്ന ദൈവത്തിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ കോപം, മാനവരാശിക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ക്രോധം മുഴുവനും യേശു സഹിക്കണം, യേശു കുടിക്കണം. ഈ പാനപാത്രം വാസ്തവത്തിൽ കുടിക്കേണ്ടവരാരാണ്? ദുഷ്ടന്മാരാണ്. യഹോവ ഒരു പാനപാത്രം ഒരുക്കുന്നു, ആ പാനപാത്രത്തിൽ ദുഷ്ടന്മാർ ഫുള്ളായിട്ട് അങ്ങോട്ട് കുടിച്ച് മത്തരായി നശിച്ചു പോകുന്നു എന്നൊരു വചനമുണ്ട്. ആ വചനമാണ് അവിടെ വാസ്തവത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ ആ പാനപാത്രം ദുഷ്ടന്മാരാണ് കുടിക്കേണ്ടതെങ്കിലും ആ പാനപാത്രം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്ത് കുടിക്കുകയാണ്. ദുഷ്ടന്മാർക്ക് വേണ്ടി, അവനെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, അവനെ പകയ്ക്കുന്നവർക്ക് വേണ്ടി. കാരണം അങ്ങനെ അവന് ഈ ക്രോധം സഹിച്ച് ഇല്ലാതാക്കി മറ്റുള്ളവർക്ക് രക്ഷ ഒരുക്കാനായിട്ട്, മറ്റുള്ളവരുടെ രക്ഷകനായി തീരാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ സമയത്ത് ഈ പ്രകോപനം കേട്ടിട്ട് ആ ക്രൂശിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവർ നശിച്ചു പോകുന്നു മാത്രമല്ല, രക്ഷാപദ്ധതി തന്നെ ഇല്ലാതാവും. സാത്താൻ തന്നെ ചിരിക്കും, സാത്താൻ ജയിക്കും. സാത്താൻ്റെ വെറുപ്പിൻ്റെ മെത്തഡോളജി ജയിക്കും. ആ വെറുപ്പിൻ്റെ മെത്തഡോളജി ആണോ തോൽപ്പിക്കേണ്ടത്? വെറുപ്പല്ല ശരിയായ രീതി, സ്നേഹമാണ് ശരിയായ രീതി. എനിക്ക് അധികാരമോഹമൊന്നുമില്ല. ആദ്യത്തെ മനുഷ്യന് അധികാരമോഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ സാത്താൻ്റെ അടുക്കലേക്ക് പോയിട്ട് അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ അധീനതയിലേക്ക് പോയത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് പകരം ദൈവത്തെ അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് പകരം സാത്താനെ അനുസരിച്ച് അങ്ങോട്ട് പോയി. അതുകൊണ്ട് അവനിൽ മരണവും ശാപവും ദ്രവത്വവും ഒക്കെ കടന്നു വന്നു. എന്നാൽ ഈ രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവമാണ്, പക്ഷേ മനുഷ്യരൂപത്തിലാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് അധികാരമോഹമുള്ളവനാണ്. അവൻ പൂർണ്ണമായിട്ട് അവനെ തന്നെ പിതാവിനെ കീഴ്പ്പെടുത്തിയിരിക്കുക. ദൈവം എനിക്ക് എന്ത് തന്നാലും ശരി, ഞാനത് കുടിച്ചോളാം, അത് ഏറ്റെടുത്തോളാം.
ദുഃഖത്തിൻ്റെ പാനപാത്രം എനിക്ക് തന്നാലും ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ ആ ദുഃഖത്തിൻ്റെ പാനപാത്രം യേശുക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി കുടിക്കുകയാണ്. അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വിളിച്ച് പറയുന്നത്, നീ ആണാണെങ്കിൽ ഇറങ്ങി വാ എന്ന് വെച്ചാൽ അതാണ് ആ വാക്ക്. ആണാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ ഇസ്രായേലിലെ ആണാണെങ്കിൽ നീ മെസ്സിയാണെന്ന് നീ പറഞ്ഞു, അല്ലേ? നീ ഇസ്രായേലിലെ രാജാവാണെന്ന് നീ അവകാശപ്പെട്ടു. നീ ഞങ്ങളെ ഈ റോമക്കാരിൽ നിന്ന്, നിന്നെ ഇവിടെ ക്രൂശിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ റോമക്കാരിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് നീ പറഞ്ഞു. അങ്ങനെയുള്ള വലിയ ആളാണ് നീയെങ്കിൽ നീ ഇറങ്ങി വാ. പക്ഷേ യേശുവിനറിയാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്. യേശു ഈ ആണുങ്ങളെന്ന് പറഞ്ഞ് നിൽക്കുന്ന ശതാധിപന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ പുറകിൽ വ്യാപരിക്കുന്ന പെണ്ണിഷ് പൈശാചിക ശക്തിയെ, വെറുപ്പിൻ്റെ ശക്തിയെ അവൻ തകർത്തുകൊണ്ടിരിക്കുക. വെറുപ്പിൻ്റെ ശക്തിയാണ്. ആ വെറുപ്പിൻ്റെ ശക്തിയെ, മഹദിയാം ബാബിലോണിനെ അവൻ തകർത്തുകൊണ്ടിരിക്കുക. മഹദിയാം ബാബിലോൺ വീണുപോയിരിക്കുന്ന ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് നാശം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പുക എന്നേക്ക് പൊങ്ങി വരുന്നു. ആ വ്യഭിചാരത്തിൻ്റെ ശക്തിയുടെ ബലത്തിൽ, ആ ബാബിലോണിൻ്റെ ശക്തിയുടെ ബലത്തിലാണ് റോമ സാമ്രാജ്യം നിൽക്കുന്നത് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പെണ്ണിഷ് ശക്തിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇവനെ ഉപദ്രവിച്ചുകൊണ്ട് ആ വെറുപ്പ് ഇങ്ങനെ, വിദ്വേഷം ഇങ്ങനെ കാണിച്ചങ്ങനെ വലിയ ആൾ കളിച്ച് ഇവർ നിൽക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, നീ ഞങ്ങളെ ഈ പറയുന്ന ആളുകളിൽ നിന്നും, ഈ പൈശാചികമായിട്ട് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ ആളല്ലേ, നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവർ വിളിക്കുമ്പോൾ ഇതിൻ്റെ പുറകെയുള്ള ശക്തിയാണ് യേശു അവിടെ തകർക്കുന്നത്. ആ വെറുപ്പിൻ്റെ അധികാരത്തെയാണ് യേശു തകർക്കുന്നത്. ആ ശതാധിപൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന, പീലാത്തോസിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന, റോമൻ കൈസറിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി, വെറുപ്പിൻ്റെ ശക്തി, അതിനെയാണ് യേശു സ്നേഹത്താൽ നേരിടുന്നത്. അതിനെയാണ് യേശു ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവൻ്റെ മുന്നിൽ, ഈ യഹൂദ പ്രീസ്റ്റിൻ്റെ മുന്നിൽ ഞാനാണ് ക്രിസ്തു എന്ന് തെളിയിച്ച് എന്ത് കിട്ടാനാണ്? ഈ ലോകത്തിൻ്റെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായ കൈസറിനെയാണ് യേശു വാസ്തവത്തിൽ വെല്ലുവിളിക്കുന്നത്. നിൻ്റെ അധികാരം നീ പണത്തിൻ്റെ ബലത്തിലും മിലിറ്ററിയുടെ ബലത്തിലും സ്ഥാനമാനങ്ങളുടെ ബലത്തിലും അധികാരം ശക്തിയുടെ ബലത്തിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ വേറൊരു ശക്തിയുണ്ട്, നീ ഇതുവരെയും കാണാത്തൊരു ശക്തിയുണ്ട്. ദൈവത്തിന് കീഴ്പ്പെടുന്ന, ദൈവത്തെ അനുസരിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി, മനുഷ്യരെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ശക്തി, അതിലാണ് യേശു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് യേശു ഇവർ പറഞ്ഞ ആ പ്രകോപനത്തിന് കീഴ്പ്പെട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങോട്ട് വന്നില്ല. ആ ദൂതന്മാരെ ഉപയോഗിച്ച് എല്ലാവരെയും തകർത്തില്ല. യേശു വെറുപ്പിനെ ജയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ്റെ ഉള്ളിലുള്ള വെറുപ്പ് മുഴുവനായിട്ട് നശിച്ചപ്പോഴാണ് അവൻ മുട്ടുകുത്തിയിട്ട് ആ ശതാധിപൻ പറഞ്ഞ് ഇവൻ തന്നെയാണ് ദൈവപുത്രൻ, വേറൊരു ദൈവപുത്രനില്ല. ഒരുപക്ഷെ അവൻ കരഞ്ഞാണ് അന്ന്. കാരണം അവൻ മരിക്കുന്ന സമയത്ത് ഭൂമി കുലുങ്ങി. ഈ ഭൂമി കുലുക്കം എന്ന് പറയുന്നതും സൂര്യൻ ഇരുട്ടായി തീർന്നു എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഏത് കൾച്ചറിൽ ചെന്നാലും അവിടെ ദൈവക്രോധത്തിൻ്റെയും അപശകനത്തിൻ്റെയും അടയാളങ്ങളാണ്. ദൈവക്രോധമാണ്, ഈശ്വര കോപമാണ് വന്നിരിക്കുന്നതെന്ന് ആ റോമൻ ശതാധിപനും മനസ്സിലായി. ഇവൻ്റെ പിതാവ് എഴുന്നേറ്റിരിക്കുക. ഇവൻ്റെ പിതാവ് സൂര്യനേക്കാളും വലുതാണ്. സൂര്യനല്ല ഇവൻ്റെ പിതാവ്, സൂര്യനേക്കാളും വലുത്. സൂര്യൻ്റെ കണ്ണടച്ചാഞ്ഞു എന്നുവെച്ചാൽ സൂര്യൻ ഇനി പ്രകാശം തരില്ല. ഭൂമിയെ കുലുക്കിക്കളഞ്ഞ്, സ്വർഗം അവൻ്റെ പാദപീഠം, സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. നിങ്ങൾ അവന് പണിയുന്ന ആലയം ഏതുവിധം, അതാണ് യഹോവ, അതാണ് ദൈവം. ആ ദൈവം മനുഷ്യർ പണിത കല്ലും മണ്ണും കൊണ്ടുള്ള ആലയത്തിൽ വന്ന് വസിക്കുമോ? അവൻ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചവനല്ലേ? ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് ഇത് സഹിക്കാൻ മേല അവൻ്റെ മകനെ ഇവർ ഇതുപോലെ പീഡിപ്പിച്ച് കൊല്ലുമ്പോൾ ദൈവം എഴുന്നേറ്റ്. അവൻ്റെ ശത്രുക്കളൊക്കെ പേടിച്ച് വിറച്ചു പോയി, അവർ മുട്ടുകുത്തിയാണ്. അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെറുപ്പിൻ്റെ അധികാരത്തെ യേശു ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കുകയാണ്. ഇവരനുഭവിക്കേണ്ടിയിരുന്ന ആ ക്രോധവും അതിൻ്റെ എഫക്റ്റും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ, ഇവരാരെയാണ് കൊല്ലുന്നത്? ഇവർ സാക്ഷാൽ ദൈവത്തെയും ദൈവപുത്രനെയാണ് കൊല്ലുന്നത്. ഇവരെ രക്ഷിക്കാൻ വന്ന രാജാവിനെയാണ് കൊല്ലുന്നത് എന്നറിയാകിയാൽ യഹൂദന്മാരോടും ഈ റോമക്കാരോടും ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ആർക്ക് മനസ്സിലായി? ആ റോമൻ ശതാധിപന് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ആ ഭൂമി കുലുക്കത്തിൽ ഇവരൊക്കെ അങ്ങ് തീർന്നേനെ. ആ സൂര്യപ്രകാശം തരുന്നില്ല എന്നുള്ള അനുഭവത്തിൽ ഇവരെല്ലാവരും കൂടെ ഇരുട്ടിലായി പോയാനെ. ഇവരെ മേലെ ദൈവത്തിൻ്റെ ക്രോധം ഇറങ്ങി വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവരെ തെഹസ്മേസാക്കിയാനെ. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. കാരണം യേശു ഇവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കൃതജ്ഞതയോടും കൂടിയാണ് അവൻ അവിടെ നിന്നത് പറയുന്നത്. യേശു സ്നേഹത്താൽ ഇവരുടെ വെറുപ്പിനെയും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവക്രോധത്തെയും കംപ്ലീറ്റ് ആയിട്ട് ജയിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശുവിനെ അവൻ പ്രേരിപ്പിച്ച് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ ശ്രമിപ്പിച്ചതുപോലെ നീ
ചാടിക്കോ, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. യേശു ഇറങ്ങി വന്നില്ല. നിങ്ങൾ ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തെ സ്നേഹിക്കുക, ദൈവമായിട്ടുള്ള ബന്ധം നിഷേധിക്കാതിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പരീക്ഷ അനുവദിച്ച ദൈവം പരിഹാരം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പരിഹാര മാർഗം. യേശുവിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് കിട്ടിയത്. എന്നാൽ യേശു മറ്റനേകർക്ക് ഒരു പരിഹാരമായി കൂടെ തീർന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.